ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സെൻസസിൽ അടിപൊളി ട്രേഡ് കിട്ടിയിട്ടായിരുന്നു. 450 പോയിൻറ്റിൻ്റെ മുകളിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ട്രേഡിൽ 6 മിനിറ്റിലാണ് 450 പോയിൻറ്റ് ക്യാച്ച് ചെയ്ത ട്രേഡാണ് സെൻസസിൽ നിന്ന് കിട്ടിയേക്കണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിലത്തെ അവസ്ഥ നോക്കാം. നിഫ്റ്റി ഇന്നലെ ഒരു 900 പ്ലസ് ആണെങ്കിൽ ഇന്നൊരു 350 മൈനസ് ആണ്. ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സൈഡൊക്കെ പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ അടിയിലേക്ക് വരാനുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻസ് ആഡ് ചെയ്യാം. മനസ്സിലായത്? ഇപ്പോൾ ഇത്രയും സ്ട്രൈക്കുകൾ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നു. ഇത് നമുക്ക് മെയിൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മെയിൻ പ്രോഫിറ്റ് കൊണ്ടുവന്നത് സെൻസസ് ആണ്. 82,400 പിയിലാണ് നമുക്ക് ഫുൾ ടാർഗറ്റ് വന്നാണ് ഒരു ട്രേഡ്. 6 മിനിറ്റിൽ 450 പോയിൻറ്റ് പോയിട്ടുള്ള ട്രേഡാണ് സെൻസസിൻ്റെ. ഇത് രാവിലെ ഞാൻ 8:30 കൊടുത്തുള്ള ലെവലാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യണതിൻ്റെ മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണതാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കുക. ഇവിടെ ബയേഴ്സ് ലോസ്, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. ഇവിടെയാണ് സെല്ലേഴ്സ് റേഷൻ ക്യാൻഡിൽ വരുന്നത്. ഈ സെല്ലേഴ്സ് റേഷൻ ബോഡി ലോസ് അടിയിലാണ് എടുക്കാൻ പറ്റില്ല. ഈ സെല്ലേഴ്സ് റേഷനാണ് കറക്റ്റ്. ബോഡി ലോസ് മുകളിൽ വന്നു, അടുത്ത ലിമിറ്റിൽ വന്നു. ട്രേഡ് എടുക്കാം ഈസി ആയിട്ട്. 6 മിനിറ്റാണ് ഹോൾഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. ഈ ട്രേഡ് 6 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അത് 450 പോയിൻറ്റ് പോയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റ് വന്നു. ഇനി ഫുൾ ടാർഗറ്റിൽ ഇറങ്ങുന്നവർക്ക് 2-3 മിനിറ്റിലെ ഫുൾ ടാർഗറ്റ് വരും. ഇനി ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ രീതിയിൽ 6 മിനിറ്റ് 450 പോയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ട്രേഡ്. പിന്നെ ഹോൾഡ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിൽക്കുന്നത് 1254 അപ്പോൾ അത്രയും പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായില്ല. ഇത് 24,900 പി ആണ്. ഇന്ന് രാവിലെ 7:30 ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുള്ള ഒരു ലെവലാണ്. ഈ ലെവലിൻ്റെ മുകളിൽ നമുക്ക് ട്രേഡ് എടുക്കാം. 160 പോയിൻറ്റ് പോയിട്ടുള്ള ട്രേഡാണ്. ഇവിടെയും കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ചാടിക്കയറി എടുക്കുന്നവർക്ക് ഇപ്പം നമ്മളതിൽ ചിലപ്പോൾ കണ്ടീഷൻ അറിയാണ്ടിരിക്കുന്നവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റില്ല. നമ്മൾ കറക്റ്റായിട്ട് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സേഫാണ്. കണ്ടീഷൻ അറിയാണ്ട് ചെയ്താൽ ഈ സംഭവം ഇങ്ങനെയൊക്കെ പോകും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും അറിയില്ല, എൻ്റെ അപ്പം ട്രേഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ തന്നെ ലെവലിൻ്റെ മുകളിൽ കണ്ണും കൂടി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രോഫിറ്റിലാണ്. അത്രയുള്ള എൻ്റെ ഉള്ള സെറ്റപ്പ്. എൻ്റെ അപ്പം ടെലിഗ്രാമിൽ കയറിയിരിക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് എൻ്റെ കണ്ടീഷൻ ഫോളോ ചെയ്തിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം, അത്യാവശ്യം ഡിമാൻഡിലോ ലിമിറ്റിലോ എടുക്കണം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റ് കണ്ടീഷൻ അറിഞ്ഞിട്ട് വേണം ട്രേഡ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ആരും നമ്മളോട് ചോദിക്കൊന്നുമില്ല ഇതാണ് അതാണെന്നൊന്നും ചോദിക്കാനും പോകണില്ലേ. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ കയറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാതും ഞാൻ പ്രോപ്പറായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കണ്ടീഷൻ മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാവും. ഇത് പിന്നെയും പറയാം, ഇത് രാവിലെ 7:30 ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവണതിൻ്റെ മുമ്പായി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടാണ് ഈ പറഞ്ഞ ക്യാൻഡിൽസൊക്കെ വരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആവണതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ തരുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ലെവൽ തരുന്നുണ്ടെങ്കിൽ ആ ലെവലിന് അത്രയും പ്രത്യേകതകളുണ്ട്. മനസ്സിലായില്ലേ? ഇത് സെൻസസ് ആണ്. 81,200. ഇത് ലാസ്റ്റ് മിനിറ്റ് ട്രേഡുകളാണ് കേട്ടോ. ഇതൊന്നും പ്രോപ്പർ കണ്ടീഷനുള്ള സംഭവമല്ല. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റാണ്. നമ്മുടെ കണ്ടീഷൻ ലാസ്റ്റ് മിനിറ്റിൽ ആക്ട് ആവണം. നിർബന്ധം പിടിച്ച് കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ലോസിങ് മാത്രമാണ് ഇതിലത്തെ ഒരു കണ്ടീഷൻ. അത് പ്രോപ്പർലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ട്രേഡുകൾക്ക് മാത്രമുള്ള ഗ്രീൻ ക്യാൻഡിൽ ലോസിങ്. ആക്ച്വൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കണം ലെവൽസിൻ്റെ മുകളിൽ തന്നെ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആരും ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ബമ്പർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് ആണ്. ഇപ്പോൾ ഫുൾ ടാർഗറ്റ് എടുത്ത് ഇറങ്ങാനുള്ള ആൾക്കാർക്കാണെങ്കിൽ 200 പോയിൻ്റ് അടിക്കും. അല്ല ഒരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങും. ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ട്രേഡ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതായിരുന്നു സെൻസസ് ട്രേഡ് ഇന്നത്തെ. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ട്രേഡുകളൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഇരുന്നിട്ട് എല്ലാം വാച്ച് ചെയ്യുക, എല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് നോളജ് ഉണ്ടാക്കിയിട്ട് മാത്രം കയറുകയെന്ന് മീൻസ് ട്രേഡ് എടുക്കാൻ നോക്കുക. ബൈൻസ് എല്ലാം ചെയ്യുമ്പോൾ പ്രോപ്പർ നോളജിൽ തന്നെ ചെയ്യാൻ നോക്കുക. വെറുതെ ക്യാപിറ്റൽ വാനിഷ് ആക്കിയിട്ട് കാര്യമില്ല. നിങ്ങളൊരു ചെറിയൊരു ട്രേഡ് എടുത്ത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്നത് വലിയ ക്യാപിറ്റലാണ്. ഇപ്പോൾ ഒരു ട്രേഡ് എടുത്ത് എനിക്ക് ലോസാണ്, പാനിക്കായി നിങ്ങൾ ഹോൾഡ് ആക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലോസ് തന്നെ സംഭവിക്കുള്ളൂ. ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ അല്ല. ഒരു 15 മിനിറ്റ് കയ്യിൽ വയ്ക്കാനേ പറ്റുള്ളൂ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ 15 മിനിറ്റ് കയ്യിൽ വയ്ക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പൊസിഷൻ അത്രയും നല്ല ഒരു ബൈയിങ് പൊസിഷൻ ആയിരിക്കണം. എന്നാണ് 15 മിനിറ്റ് കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റിൽ ഇത് എസ്എൽ അടിച്ച് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഞാൻ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ബുധനാഴ്ചയാണ് അടിപൊളി ട്രേഡുകൾ കേട്ടിട്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.